മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും ആഞ്ഞടിച്ച PV അൻവർ. പിണറായി വിജയനാണ് കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനുമെന്നും PV അൻവർ പറഞ്ഞു. VS അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് മുഖ്യമന്ത്രി സ്ഥാനം. മുഖ്യമന്ത്രിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മുഹമ്മദ് റിയാസ് ആണെന്നും PV അൻവർ ആരോപിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടതുപക്ഷ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഞാനൊരു വഞ്ചകനാണ് എന്ന ഒരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനം ഈ വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ്. സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന VS അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം പോലും. മുഖ്യമന്ത്രി കള്ളക്കടത്തിൻ്റെ ഭാഗമാണ് എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകളെ ഇതിന് ദുരുപയോഗം ചെയ്തു. ആര്? P ശശി. ഇത് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നു. കച്ചവടം പൊടിപൊടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ആ വീട്ടിലേക്ക് കയറിയ നോട്ടാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഒരു ഗതിയിലേക്ക് എത്തിയത്, ആ കുടുംബം ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു കുടുംബനാഥനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാറേണ്ടി വന്നത് ഈ റിയാസിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ തിരിഞ്ഞാൽ ആ കേസ്, ഇവിടെ തിരിഞ്ഞാൽ SFIO, അവിടെ തിരിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്ത്, ബാക്കിലേക്ക് തിരിഞ്ഞാൽ മറ്റു പലതും ഞാൻ ഇതുവരെ പറയാത്തത്. ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല. ഇവിടെ പല പണിയും നോക്കിയിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയവും വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത BJPക്കുള്ള RSSനുള്ള കൃത്യമായ ബുദ്ധികേന്ദ്രം ഒരു തീരുമാനമെടുത്തു. ഒരു ചെങ്കൊടിക്ക് പിന്നിൽ ഒരു RSSൻ്റെ മുഖ്യമന്ത്രിയെ ഇരുത്താമെന്ന അവരുടെ തീരുമാനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വസ്തുത. ഞാൻ ദൈവത്തെ സാക്ഷിയാക്കിയാണ് പറയുന്നത്. മക്കൾ രാഷ്ട്രീയത്തിലും ഭരണത്തിലും ഇടപെടുന്നിടത്ത് എല്ലായിടത്തും ഇത് തന്നെ സ്ഥിതി. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ 2 ദിവസം UDFനെതിരെയുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. ഇപ്പോൾ LDFിലേക്ക് തിരിഞ്ഞിരിക്കുകയാണോ? മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനുമെതിരെയുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം VS അച്യുതാനന്ദനെ ഇല്ലാതാക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്നടക്കമുള്ള പഴയ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ. പുതിയതായി എന്താണ് അൻവർ പറയുന്നത്? സ്മൃതി, ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനം ഏറ്റവും അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ഘട്ടത്തിൽ PV അൻവറിനോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇപ്പോൾ സ്മൃതി ഉന്നയിച്ചിരിക്കുന്നത്. കാരണം VD സതീഷിനെതിരെ കഴിഞ്ഞ ഓരോ വാർത്താ സമ്മേളനത്തിലും നിരന്തരം വിമർശനം ഉന്നയിച്ചിരുന്ന PV അൻവർ ഇന്ന് അത്തരമൊരു പ്രസ്താവന നടത്താൻ പോലും തയ്യാറായില്ല. അപ്പോൾ അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അതിന് മറുപടി പറയാനില്ല. അതായത് VD സതീഷിന് ഇനി താൻ മറുപടി പറയാനില്ല. VD സതീഷിൻ്റെ ത്വര എന്താണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് PV അൻവർ പറഞ്ഞു. ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പിന്നീട് ഈ UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട അത്തരം സാധ്യതകളൊക്കെ തന്നെ പരാജയപ്പെടുത്തുന്നത് കാരണമായത് VD സതീഷാണ്. പക്ഷേ ഇപ്പോൾ തൻ്റെ മേൽ പറ്റിയ ചാണകം അത് മറ്റുള്ള നേതാക്കളുടെ മേൽ പോലും പുരട്ടാണ്. അഥവാ PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ മേൽ പുരട്ടാനുള്ള ശ്രമമാണ് PV അൻവർ നടത്തുന്നത്. അതുകൊണ്ടാണ് മുന്നണി പ്രവേശനം മറ്റു നേതാക്കൾക്ക് കൂടി പങ്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് VD സതീശൻ പറയുന്നതെന്ന് PV അൻവർ ആ ചോദ്യത്തിനായി മറുപടി പറഞ്ഞു വെച്ചു. അതല്ലാതെ PV അൻവർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഴുവൻ അതിരൂക്ഷ വിമർശനങ്ങൾക്ക് എല്ലാം നേരെ അത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള റിയാസിനുമെതിരെയായിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് തന്നെ മുഖ്യമന്ത്രി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനത്തിലെത്തിയപ്പോൾ പറഞ്ഞ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ വരാൻ കാരണം ഒരു വഞ്ചനയുടെ ഫലമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് മറുപടി പറയാനായി തന്നെയായിരുന്നു PV അൻവർ വാർത്താ സമ്മേളനം തന്നെ വിളിച്ചത്. അതിൽ എണ്ണി അക്കമിട്ടി നിരവധി കാര്യങ്ങൾ PV അൻവർ ഉയർത്തുകയും ചെയ്തു. ഒന്ന്, പ്രവാസികൾക്ക് നിത്താക്കാത്ത വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ തിരിച്ചു വരാൻ പോകുന്ന പ്രവാസികൾക്ക് വലിയ സൗകര്യങ്ങൾ PV അൻവർ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. പക്ഷേ ആ വാഗ്ദാനം ലംഘിച്ച് വഞ്ചിച്ചു. സമാനമായ രീതിയിൽ കർഷകർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി, അവർക്ക് പല വില നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിൽ പല വാഗ്ദാനങ്ങൾ നൽകി, അതിലും അവർ വഞ്ചിച്ചു. വീടുകൾ ജപ്തി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകി. പക്ഷേ നിരവധി വീടുകളാണ് ഇപ്പോൾ ജപ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലൂടെ മലപ്പുറം ജില്ലയെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ തന്നെ വഞ്ചിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അങ്ങനെ മുഖ്യമന്ത്രി ഉയർത്തിക്കട്ടെ. അതുപോലെ തൊഴിൽ 25 ലക്ഷം പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്ത് ഉറപ്പ് നൽകിയിട്ട് പോലും അതിൽ നിലവിൽ കേരളത്തിൽ നടക്കുന്നത് നിയമന നിരോധനമാണ്. PSCയിൽ മാത്രമാണ്, ഇല്ലെങ്കിൽ PSC അംഗങ്ങൾക്ക് മാത്രമാണ് ശമ്പള വർധനവും നിയമനങ്ങളും ഉള്ളത്. അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ പ്രയോഗിക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങളും എന്തൊക്കെയുണ്ട്
വിഷയമുണ്ടോ, സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ അത് ഉയർത്തിക്കാട്ടിയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് പി വി അൻവർ നടത്തിയതെന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ദ ഹിന്ദുവിൻ്റെ വിഷയം മുഖ്യമന്ത്രിക്ക് മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ആദ്യം ഉയർത്തിക്കൊണ്ടുവന്ന് താനാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പി വി അൻവർ നടത്തിയ ആ പ്രസംഗം, ആ ദി ഹിന്ദു പത്രം ഉയർത്തിപ്പിടിച്ചുള്ള പ്രസംഗത്തിൻ്റെ വീഡിയോ ദൃശ്യമടക്കം പ്രദർശിപ്പിച്ചായിരുന്നു പി വി അൻവറുടെ വാർത്താ സമ്മേളനം. ആ വിഷയം ഇപ്പോൾ UDF ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നുള്ള പ്രതികരണവും പി വി അൻവർ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തുകയുണ്ടായി. ഈ സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാത്ത ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തന്നെ സന്തത സഹചാരിയായിട്ടുള്ള അല്ലെങ്കിൽ ആര്യാടൻ പക്ഷത്ത് തന്നെ നിൽക്കുന്ന എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ എടക്കര പഞ്ചായത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായിട്ടുള്ള OT ജെയിംസിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നിർദ്ദേശം വെച്ചിരുന്നു. BS ജോയ്ക്കും ഷൗക്കത്തിനും പകരം ഇനി BS ജോയെ പറ്റാത്തയാണെങ്കിൽ ആ ജെയിംസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർദ്ദേശം താൻ വെച്ചു. അത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ തന്നെ മുഖത്ത് നോക്കി താൻ പറഞ്ഞതാണ്. ഷൗക്കത്തെ നീ മത്സരിച്ചാൽ താൻ വിജയിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്, അതുകൊണ്ട് ജെയിംസിനെ സ്ഥാനാർത്ഥിയാക്കണം, 2026 നീ തന്നെ മത്സരിച്ചോ, താൻ മത്സരരംഗത്തേക്ക് വരില്ല എന്ന കാര്യം ഷൗക്കത്തിന് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വാസമില്ല എന്നുള്ള മറുപടിയാണ് ആര്യാടൻ ഷൗക്കത്തിന് നൽകിയതെന്നാണ് പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണം. അത്തരമൊരു വെളിപ്പെടുത്തലും ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ നടത്തുകയുണ്ട്. അങ്ങനെ അതിനോടൊപ്പം തന്നെ വലിയൊരു ആത്മവിശ്വാസം, പക്ഷേ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത വലിയ ആത്മവിശ്വാസം ഇന്ന് പി വി അൻവർ പങ്കുവയ്ക്കുന്നത് 75,000-ഓളം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ പി വി അൻവർ പിടിക്കുമെന്നാണ് പി വി അൻവർ അവകാശവാദമായി ഉന്നയിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് 50,000 ഫ്ലോട്ടിംഗ് വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അത് രണ്ട് മുന്നണികൾക്കും മാറി മാറി പങ്കിടുന്ന വോട്ടുകളാണ്. ആ 50,000 വോട്ടുകൾ 100% തനിക്ക് ലഭിക്കുമെന്നാണ് അൻവർ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇടത് വലത് മുന്നണികളിൽ നിന്ന് ചോരുന്ന വോട്ടുകൾ കൂടിയാകുമ്പോൾ 75,000 വോട്ടുകളിൽ നിന്ന് ഒരു വോട്ട് പോലും കുറയാതെ തനിക്ക് ലഭിക്കുമെന്നാണ് പി വി അൻവർ ഇന്നും അവകാശപ്പെട്ടിരിക്കുന്നത്. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.